പഠിക്കുന്നവരെ സമൂഹം അനാവശ്യമായി വിമർശിക്കുകയാണെന്ന പരാതി സമീപകാലത്ത് പൊതുവെ കേൾക്കാറുണ്ട്. എന്നാൽ മാതാപിതാക്കളുടെയോ അധ്യാപകരുടെയോ നിയന്ത്രണങ്ങൾക്ക് വഴങ്ങാതെ തന്നിഷ്ടത്തിലുള്ള സഞ്ചാരം മിക്കപ്പോഴും വലിയ അപകടങ്ങളിലാണ് എത്തിക്കുന്നത്. ലഹരി മരുന്നുകളുടെ ഉപയോഗവും അമിതമായ മൊബൈൽ ആസക്തിയുമൊക്കെ ഒടുവിലെത്തുക ദുരന്തങ്ങളിലാണ്. ഇത്തരത്തിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നുള്ളത്. സിജോ എന്ന 19-കാരൻ സ്വന്തം അച്ഛന്റെ ജീവനെടുത്തതിന്റെ നടുക്കത്തിലാണ് നാട്. അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗവും വീഡിയോ ഗെയിം അഡിക്ഷനും ഇയാളുടെ മനോനില തന്നെ താറുമാറാക്കിയതായി പോലീസ് പറയുന്നു. ആ വാർത്തയിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മകന്റെ അടിയേറ്റ് ചികിത്സയിലായിരുന്ന അച്ഛൻ മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശി 60-കാരനായ സുനിൽകുമാറാണ് മരിച്ചത്. മകൻ സിജോ സുനിൽകുമാറിനെ കമ്പുകൊണ്ട് തലക്കടിക്കുകയായിരുന്നു. എന്നാൽ കാൽവഴുതി വീണെന്നാണ് സുനിൽകുമാർ ആശുപത്രി അധികൃതരോട് പറഞ്ഞിരുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നതിന് തൊട്ടു മുൻപ് ഭാര്യയോട് മകൻ ആക്രമിച്ച വിവരം ഇയാൾ പറയുകയായിരുന്നു. അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്ന സിജോ വീഡിയോ ഗെയിമിന് അടിമയാണെന്ന് പോലീസ് പറയുന്നു. ഇയാൾ മാതാപിതാക്കളെ ആക്രമിക്കുന്നത് പതിവായിരുന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 11-നാണ് സുനിൽകുമാറിനെ മകൻ സിജോ ക്രൂരമായി ആക്രമിച്ചത്. വീഡിയോ ഗെയിമുകൾക്ക് അടിമയായ സിജോ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം മൂലം മനോനില തെറ്റി മാതാപിതാക്കളെ മർദ്ദിക്കുന്നത് പതിവായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ബേക്കറി ഉടമ കൂടിയായ സുനിൽകുമാർ മകന്റെ ആക്രമണം ഭയന്ന് ഭാര്യയ്ക്കൊപ്പം കാഞ്ഞിരംകുളത്ത് വീട് വാടകയ്ക്കെടുത്ത് മാറിയിരുന്നു. നെയ്യാറ്റിൻകര വെൺപകൽ പട്ടിയക്കാലയിലുള്ള സുനിൽകുമാറിന്റെ വീട്ടിൽ സിജോ മാത്രമായിരുന്നു താമസം. എല്ലാ ദിവസവും പതിവ് തെറ്റിക്കാതെ സുനിൽകുമാർ മകന് ഭക്ഷണം എത്തിക്കാറുണ്ടായിരുന്നു. ഭക്ഷണം എത്തിക്കുമ്പോഴൊക്കെ പ്രകോപനം കൂടാതെ സിജോ പിതാവിനെ മർദ്ദിക്കുമായിരുന്നു. ഒടുവിൽ കമ്പുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സുനിൽകുമാർ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കാൽ വഴുതി പടിയിൽ നിന്ന് വീണെന്നായിരുന്നു സുനിൽകുമാർ ആശുപത്രിയിൽ പറഞ്ഞിരുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നതിന് തൊട്ടു മുൻപ് ഭാര്യയോട് മകൻ ആക്രമിച്ച വിവരം പറഞ്ഞതോടെയാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. സുനിൽകുമാർ മരിച്ചതോടെ നെയ്യാറ്റിൻകര പോലീസ് സിജോയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഞാൻ നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതിയിൽ CMB ഫയൽ ചെയ്ത് ഈ കുട്ടിയെ പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ച് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മജിസ്ട്രേറ്റിന്റെ ഓർഡർ വാങ്ങുകയൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഏകദേശം അവന് 1 മന്തോളം പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവൻ വീണ്ടും മെഡിസിൻ എടുക്കുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ റിലേറ്റീവ്സിന്റെ സൈഡിൽ നിന്ന് മനസ്സിലാക്കിയത് അവൻ മെഡിസിൻ ഒന്നും കറക്റ്റ് ടൈമിൽ എടുക്കുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയ സിജോ ഇതുവരെ മരിച്ചില്ലേ എന്ന് പിതാവിനോട് ചോദിച്ചതായി സൂചനയുണ്ട്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും ആക്രമണം നടന്ന വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി. 19 വയസ്സാണ് സിജോയ്ക്ക്. അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗവും വീഡിയോ ഗെയിം ആസക്തിയും മൂലം ഇയാളുടെ മനോനില തകരാറിലായിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തിരുവനന്തപുരം നെയ്യാറിൽ നിന്ന് കാണാതായ വീട്ടമ്മയെ തമിഴ്നാട് തിരുനെൽവേലിക്ക് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. പ്രതി കന്യാകുമാരി സുനാമി കോളനി മണക്കുടിത്തുറ സ്വദേശി ഫെർണാണ്ടയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബലാത്സംഗ ശ്രമത്തിനിടെ കൊലപ്പെടുത്തിയെന്നാണ് പ്രതിയുടെ മൊഴി. ഈ മാസം 1-നാണ് നെയ്യാർ സ്വദേശിനിയായ 60-കാരിയെ കാണാതായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വീട്ടമ്മയുടെ മൃതദേഹം തമിഴ്നാട് തിരുനെൽവേലിയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ കന്യാകുമാരി സുനാമി കോളനി മണക്കുടിത്തുറ സ്വദേശി ഫെർണാണ്ട പിടിയിലായി. ഹൈവേയിലെ ആളൊഴിഞ്ഞ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ബലാത്സംഗ ശ്രമത്തിനിടയിൽ കൊലപ്പെടുത്തിയെന്നാണ് പ്രതിയുടെ മൊഴി. വഴിയിൽ കണ്ട സ്ത്രീയെ ബസ് സ്റ്റാൻഡിലാക്കാമെന്ന് പറഞ്ഞ് പ്രതി ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോകുകയായിരുന്നു. പോകും വഴി ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചു. നിലവിളിച്ചപ്പോൾ ശ്വാസം മുട്ടിച്ചു കൊന്നു. മൃതദേഹം ഒരു കുഴിയിൽ ഉപേക്ഷിച്ച ശേഷം കടന്നു. മൃതദേഹം കണ്ട സമീപവാസികളാണ് പോലീസിൽ അറിയിച്ചത്. CCTV ദൃശ്യങ്ങളും നിർണായകമായി.
ഇടയ്ക്കിടെ വീട്ടമ്മ വീട് വിട്ടുപോകാറുണ്ടെന്നും ചെറിയ മാനസിക അസ്വസ്ഥത ഉണ്ടെന്നും കുടുംബം പറയുന്നു. വീട്ടിൽ നിന്ന് പോയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തിരികെ എത്തും. ഇത്തവണ സാധാരണ വരുന്ന സമയം കഴിഞ്ഞും മടങ്ങിയെത്താത്തതിനെ തുടർന്നാണ് നെയ്യാർ പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തുകയാണ്. MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിന്റെ തിരോധാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം SP-ക്ക് പരാതി നൽകി. CBI ഉദ്യോഗസ്ഥയായിരുന്ന സുജാത ഭട്ടിന്റെ മകൾ അനന്യ ഭട്ടിനെ 2003-ലാണ് ധർമ്മസ്ഥലയിൽ നിന്നും ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. ഇതിനിടയിൽ കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തി. മെഡിക്കൽ വിദ്യാർത്ഥിനി അനന്യ ഭട്ടിന്റെ ദുരൂഹ തിരോധാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അമ്മ സുജാത ഭട്ട് ദക്ഷിണ കന്നഡ ജില്ലാ SP-ക്ക് പരാതി നൽകി. മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിനെ 2003-ലാണ് ധർമ്മസ്ഥലയിൽ നിന്നും കാണാതായത്. ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്ന സഹപാഠികളെ കാണാനായി എത്തിയപ്പോഴാണ് അനന്യ ഭട്ടിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. ക്ഷേത്രത്തിന് സമീപത്തു നിന്നായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. കൊൽക്കത്തയിൽ CBI ഓഫീസിലെ സ്റ്റെനോഗ്രാഫറായ അമ്മ സുജാത ഭട്ട് പരാതിയുമായി ബെൽത്തങ്ങാടി പോലീസിലെത്തിയെങ്കിലും അന്വേഷിക്കാൻ തയ്യാറായില്ല. സ്വന്തം നിലയിൽ അന്വേഷിക്കാനായിരുന്നു പോലീസിന്റെ നിർദ്ദേശമെന്ന് SP-ക്ക് നൽകിയ പരാതിയിൽ ഇവർ പറയുന്നു. ഇതൊക്കെ ഇവിടെ പതിവാണെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ ಪರಿಹಾಸಂ. ಧರ್ಮಸ್ಥಳ ಸ್ಟೇಷನ್ ಇರ್ಲಿಲ್ಲ, ಬೆಳ್ತಂಗಡಿ ಸ್ಟೇಷನ್ ಇದ್ದಿದ್ದು. ಅವಾಗ ಕೇಳಿದವಾಗ ಹೇಳಿದ್ರು, ನಮ್ಗೇನು ಮಿಸ್ಸಿಂಗ್ ಆಗಿದ್ರೆ ನೀವು ಹುಡ್ಕೊ ಹೋಗಮ್ಮ, ಯಾವನ್ ಜೊತೆಗೆ ಹೋಗಿರ್ಬೋದು, ಹುಡ್ಕಮ್ಮ, ನಮ್ಗೇನ್ ಅದೇ ಕೆಲ್ಸನಾ ಅಂತ ಹೇಳಿ, ನಮ್ಗೇನ್ ಬೇರೆ ಕೆಲಸ ಇಲ್ವಾ ಅಂತ ಹೇಳಿ ಸ್ವಲ್ಪ ಇದರಿಂದ ಕಳಿಸಿದ್ರು. ಅಲ್ಲಿಂದ ವಾಪಸ್ ನಾನು ಧರ್ಮಸ್ಥಳಕ್ಕೆ ಹೋದೆ. ಧರ್ಮಸ್ಥಳಕ್ಕೆ ಹೋದಾಗ ವೀರೇಂದ್ರ ಹೆಗ್ಡೆಯವರನ್ನ ಕೇಳಿದವಾಗ ಅವರು ಅದನ್ನೇ ಹೇಳಿದ್ರು, ನಾವೇನ್ ಹುಡುಕಿಕೊಂಡಿರಕ್ಕಾಗತ್ತಾ ಅಂತ ಹೇಳಿದ್ರು. പിന്നീട് ക്ഷേത്രത്തിന് സമീപത്തെത്തി സ്വന്തം നിലയിൽ അന്വേഷണം നടത്തുന്നതിനിടെ ഒരു സംഘം ഇവരെ ക്രൂരമായി ആക്രമിച്ചു. അബോധാവസ്ഥയിലായ ഇവർ 4 മാസത്തോളം ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ദക്ഷിണ കന്നഡ ജില്ലാ SP ഡോക്ടർ അരുൺ കേയ്ക്കാണ് സുജാത ಅಭಿಭಾಷಕರ ಮುಖೇನೆ ಪರಾದಿ നൽകിയിരിക്കുന്നത്. ಅವ್ರ ಮಗಳು ಏನಾದ್ರು ಇವ್ರೇನಾದ್ರು ಎಕ್ಸಿಮಿಷನ್ ಮಾಡಿದ್ರೆ ಎಲ್ಲಾರು ಅವ್ರ ಮಗಳು ಅಸ್ತಿ ಇವ್ DNA ಜೊತೆ ಮ್ಯಾಚ್ ಆಗಿ ಸಿಕ್ಕಿದ್ರೆ ಅಷ್ಟಕ್ಕೆ ಅವರು ಅದೊಂದು ಅವ್ರು ಶ್ರಾದ್ದ ಎಲ್ಲ ಮಾಡ್ಬಿಟ್ಟು, ಒಂದು ವಯಸ್ಸಾಗಿದೆ ಇವ್ರಿಗೆ, ಇವ್ರು ಯಾರಿಲ್ಲ, ಅದಕ್ಕೆ ಅವ್ರು ಶ್ರಾದ್ದ ಎಲ್ಲ ಮಾಡ್ಬಿಟ್ಟು ನಾನು ಜೀವ ಬಿಡ್ತೀನಿ ಅನ್ನೋ ರೀತಿ ಇದ್ದಾರೆ. ಅದಕ್ಕೋಸ್ಕರ ನಾವು SP ಸಾಹೇಬ್ ಮೀಟ್ ಮಾಡಕ್ ಬಂದ್ವಿ. SP ತುಂಬಾ ಪಾಸಿಟಿವ್ ರೆಸ್ಪಾನ್ಸಿಬಿಲಿಟಿ ಅವರು ಹೇಳಿದಾರೆ ಕ್ಲೀನ್ ಆಗಿ. ಆಸ್ ಪರ್ ದಿ ಲಾ ಏನ್ ಮಾಡ್ಬೋದು ಎಲ್ಲ ನಾನು ಮಾಡ್ತೀನಿ, ನಾನು ಲೀಗಲ್ ಒಪಿನಿಯನ್ ತಗೊಂಡ್ಬಿಟ್ಟು ಏನ್ ಮಾಡ್ಬೋದು ಮಾಡ್ತೀನಿ, ನಿಮ್ಮ ಡ್ಯೂಟಿ ಏನಿದೆ, ನಿಮ್ಮ ರೈಟ್ಸ್ ಏನಿದೆ, ಕಂಪ್ಲೇಂಟ್ ಕೊಡೋದು ಅದೇನಿದೆ ನೀವು ಮಾಡ್ಕೊಂಡು ಹೋಗಿ ಅಂತ ಹೇಳಿದ್ದಾರೆ. ರೆಸ್ಪಾನ್ಸ್ ಮಾಡಿದ್ರೆ ನಾವು ಒಂದು ಪಾಸಿಟಿವ್ ರೆಸ್ಪಾನ್ಸ್ ಎಕ್ಸ್ಪೆಕ್ಟ್ ಮಾಡ್ತಾ ಇದೀವಿ. ಒಳ್ಳೇದಾಗ್ಲಿ ಅಂತ ನಾನು. ഇതിനിടയിൽ സംഭവത്തിൽ ഇടപെടലുമായി കർണാടക വനിതാ കമ്മീഷൻ രംഗത്തെത്തി. ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര സംബന്ധിച്ച വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൗധരി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും യുവതികളുമാണ് ധർമ്മസ്ഥലയിൽ ലൈംഗിക പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടവരിൽ ഏറെയും. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിൽ സത്യാവസ്ഥ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കി. ധർമ്മസ്ഥല കൊലപാതക പരമ്പര അന്വേഷിക്കാൻ DGP പ്രണാബ് മൊഹന്തി IPS-ന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തിയിട്ടുണ്ട്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. തിരുവനന്തപുരം കാട്ടാക്കട പോക്സോ കോടതി തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത ബലപ്പെടുകയാണ്. തൊണ്ടി മുതൽ സൂക്ഷിച്ചിരുന്ന മുറിയിൽ വെടിമരുന്ന് സാന്നിധ്യം സംശയിച്ച് പോലീസ്. ഫോറൻസിക് പരിശോധനാ ഫലം കേസിൽ നിർണായകമാകും. തീപിടുത്തത്തിൽ തൊണ്ടി മുതലും ഫയലുകളും അടക്കം കത്തി നശിച്ചിരുന്നു.
മയക്കുമരുന്ന് പോലുള്ള വസ്തു മുറിയിൽ നിന്ന് കണ്ടെടുത്തു. ഇതാണ് അട്ടിമറി സാധ്യത ശക്തമാക്കുന്നത്. എന്നാൽ ഫയർഫോഴ്സ് എത്തും വരെ തൊണ്ടി മുതൽ സൂക്ഷിച്ചിരുന്ന മുറി തുറന്നിരുന്നില്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് മുറി തുറന്ന് അകത്ത് കടന്നത്. വെടിമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അകത്തെത്തിച്ചു എന്നതാണ് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ഇതിന് സാങ്കേതിക വിദ്യയുടെ സഹായം തേടിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു പോക്സോ കോടതി പ്രവർത്തിക്കുന്ന സ്വകാര്യ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. 9 മണിയോടുകൂടി പുക പോകുന്നത് കണ്ടു. അങ്ങനെ അടുത്തുള്ള ആൾ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ പുക പോകുന്നുണ്ട്. വന്ന് നോക്കിയപ്പോൾ ഇവിടെയാണ് പുക. അങ്ങനെ ഫയർഫോഴ്സിനെ അറിയിച്ചു, പോലീസിനെ അറിയിച്ചു. ഫയർഫോഴ്സ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫയർഫോഴ്സ് വന്നു. ഫയർഫോഴ്സ് വന്നിട്ട് അവർ ഷട്ടറിൻ്റെ ലോക്ക് കട്ട് ചെയ്ത് ഷട്ടർ പൊക്കി അകത്ത് കയറി ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് അണയ്ക്കുകയായിരുന്നു. അത് പുക പുറത്തു പോകുന്നതിലേക്ക് വേണ്ടി ഈ ടഫൻ ഗ്ലാസ് പൊട്ടിക്കുകയായിരുന്നു. റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ അപകട സ്ഥലത്ത് പരിശോധന നടത്തി. ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരും തെളിവുകൾ ശേഖരിച്ചു. കാട്ടാക്കട പോക്സോ കോടതിയിലെ ഫയൽ ആൻഡ് തൊണ്ടി റൂമിലെ ഒരു തീപിടുത്തമുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവ സ്ഥലം ഇന്നലെ രാത്രിയോട് തന്നെ പോലീസ് ഗാർഡിലായിരുന്നു. എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും ഫൗൾ പ്ലേ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നടപടിയെടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ അകത്ത് മാത്രമേ കത്തിയിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത്. കുറച്ച് ഫയലുകൾ കത്തിയിട്ടുണ്ട്, കുറച്ച് തൊണ്ടികൾ മുതലുകളും കത്തിയതായിട്ട് കാണുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണോ അപകട കാരണമെന്നും പരിശോധിക്കുന്നുണ്ട്. തൊണ്ടി മുതലായി സൂക്ഷിച്ചിട്ടുള്ള മൊബൈൽ ഫോണുകൾ അടക്കം കത്തി നശിച്ചു. മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം എന്ന സംശയവും ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി നടക്കുന്ന ചർച്ച ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഇനിയൊരു തീരുമാനമുണ്ടാകും വരെയാണ് നടപടി. ശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചതിന് മണിക്കൂറുകൾക്ക് മുൻപ് യമനിലെ സന ക്രിമിനൽ കോടതിയാണ് വധശിക്ഷ മാറ്റിവെച്ചത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ് ഇതിൽ നിർണായകമായത്. ദീർഘകാലമായി നിലനിന്ന അനിശ്ചിതത്വങ്ങൾക്കിടയിൽ തുറന്നു കിട്ടിയൊരു വെളിച്ചവാതിൽ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ എന്ന മലയാളി നഴ്സിന്റെ വധശിക്ഷ നീട്ടിവെക്കാൻ യമനിലെ സന ക്രിമിനൽ കോടതി ഉത്തരവിട്ടു. യമനിലെ ഭരണ അനിശ്ചിതത്വവും നിയമങ്ങളും കാരണം സർക്കാർ തലത്തിൽ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ ഫലം കാണാതെ വന്നതോടെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടത്. യമനിലെ പ്രമുഖ മുസ്ലിം മതപണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറുമായി കാന്തപുരം ചർച്ച നടത്തി. മുസ്ലിം മതനിയമമനുസരിച്ച് ദയാധനം അടക്കമുള്ള പ്രായശ്ചിത്ത നടപടികൾ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം അംഗീകരിച്ചാൽ വധശിക്ഷയിൽ ഇളവ് നൽകാം. ഈ സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് ഇടപെടലിന് അഭ്യർത്ഥിച്ചത്. ഇന്ന് ഔദ്യോഗികമായി നമുക്ക് കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു. തൽവിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരനടക്കമുള്ള ബന്ധുക്കളുമായി ചർച്ച നടന്നു. ദയാധനം സ്വീകരിച്ച് ശിക്ഷയിൽ ഇളവ് അനുവദിക്കുന്നതിന് ധാരണയായില്ലെങ്കിലും ഇതുവരെ ചർച്ചയോട് മുഖം തിരിച്ചു നിന്നിരുന്ന കുടുംബം ചർച്ചയ്ക്ക് തയ്യാറായി എന്നത് തന്നെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇനിയൊരു തീരുമാനമുണ്ടാകുന്നതുവരെ വധശിക്ഷ മാറ്റിവെക്കുന്നതായുള്ള അറിയിപ്പ് യമനിൽ നിന്ന് കാന്തപുരത്തിന് ലഭിച്ചു. വധശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചെങ്കിലും കേസിന്റെ സങ്കീർണത അതേപടി തുടരും. ദയാധനമടക്കമുള്ള പ്രായശ്ചിത്ത നടപടികൾ സ്വീകരിച്ച് വധശിക്ഷ ഒഴിവാക്കാൻ കുടുംബം സമ്മതം കോടതിയെ അറിയിക്കണം. ഇങ്ങനെ ഒരു കത്ത് കോടതിയിൽ സമർപ്പിച്ചാലേ വധശിക്ഷ ഒഴിവാക്കാനാകൂ. ഇതിന് കുടുംബത്തിലെ ഒരു വിഭാഗം സമ്മതമാണെന്ന സൂചനയുണ്ട്. മധ്യസ്ഥ ശ്രമങ്ങൾക്കായി ഇടപെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. കൂട്ടായ പരിശ്രമമാണ് പ്രതീക്ഷയ്ക്ക് ഇടവയ്ക്കുന്ന സാഹചര്യമുണ്ടാക്കിയതെന്ന് ഗവർണറും വ്യക്തമാക്കി.
ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കണ്ടെയ്നറുമായി അന്തർ സംസ്ഥാന കവർച്ചാ സംഘം കൊച്ചിയിൽ പിടിയിൽ. തമിഴ്നാട്ടിൽ നിന്നും മോഷ്ടിച്ച കാറുമായി കടന്ന 3 അംഗ സംഘമാണ് അറസ്റ്റിലായത്. കസ്റ്റഡിയിലിരിക്കെ സ്റ്റേഷനിലെ ശുചിമുറിയുടെ ജനൽ പൊളിച്ച് രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാളെ പോലീസ് അതിസാഹസികമായി പിടികൂടി. സംഘത്തിന് ഹരിയാനയിലെ കുപ്രസിദ്ധ മോഷണ സംഘമായ മേവത് ഗ്യാങ്ങുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. സംഘമെത്തിയ കണ്ടെയ്നറും മോഷ്ടിച്ചതാണെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ATM കവർച്ചയാണ് ഇവർ ലക്ഷ്യമിട്ടതെന്നാണ് സൂചന. പുലർച്ചെ 1 മണിയോടെയാണ് മോഷണ സംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ നെട്ടൂർ പോലീസ് പിടികൂടിയത്. ഇതര സംസ്ഥാനക്കാരായ 3 പേരെയും പിടികൂടി ചോദ്യം ചെയ്യാൻ പനങ്ങാട് സ്റ്റേഷനിലെത്തിച്ചു. ഈ സമയം ശുചിമുറിയിൽ പോകണമെന്നാവശ്യപ്പെട്ട പ്രതി മുറിയുടെ ഗ്രിൽ തകർത്ത് ചാടിപ്പോയി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ 11:30 ഇയാളെ കണ്ടെത്തി. രാജസ്ഥാൻ സ്വദേശിയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ച സൈക്കിൾ. ഒപ്പമുണ്ടായിരുന്ന ഹരിയാന സ്വദേശികളായ നാജിർ അഹമ്മദ്, സഹീദ് എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്നും കൃഷ്ണഗിരിയിൽ നിന്നും മോഷണം പോയ കാർ ഇവർ തമിഴ്നാട്ടിൽ തന്നെ ഉപേക്ഷിച്ചതായി മൊഴി നൽകി. ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടെയ്നർ ലോറിയാണ്. ആ ലോറിയിലുള്ള ആൾക്കാർ ഒരു കാറ് മോഷ്ടിച്ച ആൾക്കാരെന്നാണുള്ള ഒരു ഇൻഫർമേഷൻ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇവിടെ ചെക്ക് നടത്തിയപ്പോഴത്തേക്ക് വാഹനം കാണുകയും അത് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരൊരു കാറിന്റെ ഒരു കൺഫെഷൻ പറഞ്ഞിട്ടുണ്ട്. അത് തമിഴ്നാട്ടിലുള്ള ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല. കുറ്റകൃത്യത്തിന്റെ രീതി ഹരിയാന കേന്ദ്രമായുള്ള ATM കൊള്ള സംഘത്തിന്റേതെന്ന് സമാനമാണെന്നാണ് നിഗമനം. കണ്ടെയ്നറിൽ നിന്നും ഗ്യാസ് കട്ടറും കണ്ടെത്തി. കേരളത്തിലെത്തി കൊള്ള നടത്തുന്നതിന്റെ ഭാഗമായാണോ കാർ കടത്തിക്കൊണ്ടുപോയതെന്ന സംശയത്തിലാണ് പോലീസ്. ന്യൂസ് 18 കൊച്ചി. ഷാർജയിൽ കൊല്ലം സ്വദേശിനി വിഭജികയും മകൾ വൈഭവിയും മരിച്ച സംഭവത്തിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടൽ. വിഭജികയുടെ ഭർത്താവ് നിതീഷിനെ ഇന്ത്യൻ കോൺസുലേറ്റിൽ വിളിപ്പിച്ച് ചർച്ച നടത്തിയതിനെ തുടർന്ന് വൈഭവിയുടെ സംസ്കാര ചടങ്ങ് മാറ്റിവെച്ചു. വൈഭവിയുടെ മൃതദേഹം നേരത്തെ നിതീഷിന് വിട്ടുകൊടുത്തിരുന്നു. മൃതദേഹങ്ങൾ തനിക്ക് വിട്ടുനൽകണമെന്ന് ഷാർജയിലെത്തിയ വിഭജികയുടെ മാതാവ് ശൈലജ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കോൺസുലേറ്റ് ഇടപെടൽ. ഷാർജ ഫോറൻസിക് വിഭാഗത്തിൽ സൂക്ഷിച്ചിട്ടുള്ള വിഭജികയുടെ മൃതദേഹം അധികം വൈകാതെ വിട്ടുകൊടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വൈഭവിയുടെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാനായിരുന്നു നിതീഷിന്റെയും കുടുംബത്തിന്റെയും നീക്കം. എന്നാൽ ഇത് തടയണമെന്നും മൃതദേഹം നാട്ടിൽ സംസ്കരിക്കണമെന്നും ഷാർജയിലെത്തിയ വിഭജികയുടെ അമ്മ ശൈലജ ആവശ്യപ്പെട്ടു. തുടർന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റ് വിഷയത്തിൽ ഇടപെട്ടത്. ഇതേസമയം കുഞ്ഞിന്റെ മൃതദേഹവുമായി നിതീഷിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ശ്മശാനത്തിലെത്തിയിരുന്നു. ഇതിനിടെയാണ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് വിളിയെത്തിയത്. കുഞ്ഞിന്റെ അച്ഛനായ നിതീഷിനെ ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സംസ്കരിക്കാനായി കൊണ്ടുവന്ന മൃതദേഹം തിരികെ കൊണ്ടുപോവുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് സംസ്കാരം നടത്തുന്നത് നീതി നിഷേധമാകുമെന്ന് വിഭജികയുടെ കുടുംബം ആരോപിക്കുന്നു. വൈഭവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വിഭജികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇരുവരുടെയും മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിക്കുന്ന ശൈലജ നാട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ജനിച്ച മണ്ണിൽ സംസ്കരിക്കാതെ ഷാർജയിൽ സംസ്കരിക്കണമെന്ന് നിതീഷ് വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ശൈലജ പറഞ്ഞു. ഷാർജ പോലീസിലും പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. വിഭജികയുടെ ഭർത്താവ് നിതീഷ്, ഭർത്തൃ സഹോദരി നീതു ബെൻസി, ഭർത്തൃപിതാവ് മോഹൻ എന്നിവർക്കെതിരെ കഴിഞ്ഞ ദിവസം കുണ്ടറ പോലീസ് കേസെടുത്തിരുന്നു. ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന പീഡനവും ചുമത്തിയാണ് കേസ്. നിലവിൽ ശാസ്താംകോട്ട ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. കൊല്ലം റൂറൽ SP സാബു മാത്യു മേൽനോട്ടം വഹിക്കും. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കേരളപുരം സ്വദേശിനി വിഭജികയെയും മകൾ വൈഭവിയെയും അൽ നഹദയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
ന്യൂസ് 18 കൊല്ലം. മലപ്പുറം കുറ്റിപ്പുറം അമാന ആശുപത്രിയിലെ നഴ്സായ കോതമംഗലം സ്വദേശിനി അമീന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ആശുപത്രിയിലെ ജനറൽ മാനേജറുടെ മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് ആരോപണം. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ആരോപണ വിധേയനായ അബ്ദുൾ റഹ്മാൻ ഒളിവിൽ പോയതായാണ് വിവരം. അമീന ജീവനൊടുക്കിയതിന് പിന്നിൽ ആശുപത്രിയിലെ ജനറൽ മാനേജറുടെ മാനസിക പീഡനമെന്നാണ് ആരോപണം. കുടുംബം ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ഇയാളെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. 2.5 വർഷമായി കുറ്റിപ്പുറത്തെ അമാന ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന അമീന അമിതമായി ഗുളിക കഴിച്ചാണ് ജീവനൊടുക്കിയത്. മുൻ ജനറൽ മാനേജറായിരുന്ന എൻ അബ്ദുൾ റഹ്മാനെതിരെയും ആശുപത്രി മാനേജ്മെന്റിനെതിരെയും നഴ്സുമാരും മറ്റ് ജീവനക്കാരും കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 10ഓളം പേരാണ് നിലവിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അബ്ദുൾ റഹ്മാൻ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ഇയാളുടെ സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ സ്ഥാപനത്തിൽ നിന്ന് നഴ്സുമാർ അടക്കമുള്ള നിരവധി ജീവനക്കാർ ജോലി രാജിവെച്ചതായും ഇവർ പറഞ്ഞു. ഇതിന് കാരണക്കാരായിട്ടുള്ള കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിന്റെ GM മാനേജ്മെന്റ് ഇവർക്കെതിരാണ് നമ്മൾ കേസ് കൊടുത്തിട്ടുള്ളത്. ദിവസേനയുള്ള ഹാരാസ്മെന്റ് കാരണമാണ് അമീന ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ദിവസേന ഹാരാസ്മെന്റ് അനുഭവിക്കുന്ന ഒരുപാട് സ്റ്റാഫ്സ് ഈ ഹോസ്പിറ്റലിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഇതിന്റെ ഏത് അറ്റം വരെ പോകാനും തയ്യാറാണ്. അമീനയുടെ മരണത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ആരോപണ വിധേയനായ അബ്ദുൾ റഹ്മാൻ ഒളിവിൽ പോയതായാണ് വിവരം. കഴിഞ്ഞ ദിവസം നഴ്സുമാരിൽ നിന്നും മറ്റും പോലീസ് മൊഴിയെടുത്തിരുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോതമംഗലം സ്വദേശി അമീന അമിത അളവിൽ മരുന്നുകൾ കഴിച്ച് മരിച്ചത്. ന്യൂസ് 18 തിരൂർ. കൊല്ലം കുളത്തൂപ്പുഴയിൽ ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് ഭാര്യയെ കുത്തിക്കൊല്ലാൻ ശ്രമം. വട്ടക്കരിക്കം സ്വദേശിനി ശാലിനിക്കാണ് കുത്തേറ്റത്. പ്രതി ഇസ്മയിലിനെ ആലുവയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിന് ശേഷം ഇയാൾ ഒളിവിലായിരുന്നു. ഭാര്യയിലുള്ള സംശയമാണ് ആക്രമണ കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഭാര്യയെ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി 42-കാരനായ ഇസ്മയിൽ ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നാണ് പിടിയിലായത്. വർക്കല താഴെവെട്ടൂർ പ്ലാവിള വീട് സ്വദേശിയാണ് ഇസ്മയിൽ. ഭാര്യ 25-കാരിയായ ശാലിനിയെയാണ് ഇയാൾ ആക്രമിച്ചത്. ഒരാഴ്ച മുൻപ് നടന്ന കൊലപാതക ശ്രമത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാളെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് വലയിലാക്കിയത്. ഭാര്യയിലുള്ള സംശയമാണ് കൊലപാതക ശ്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പിടിയിലായ ഇസ്മായിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ്. കാപ്പ കേസിൽ 6 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഇയാൾക്കെതിരെ കോഴിക്കോട്, നടക്കാവ്, വർക്കല പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. കൊല്ലം റൂറൽ SP-യുടെ നിർദ്ദേശാനുസരണം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ പോലീസ് ഇൻസ്പെക്ടർ B. അനീഷ്, SI വിനോദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുജിത്, CPOമാരായ അനീഷ്, സുബിൻ, സജി എന്നിവരടങ്ങിയ പ്രത്യേക സംഘമാണ് അതിസാഹസികമായി പ്രതിയെ പിടികൂടിയത്. 2 ആഴ്ച മുൻപ് കുളത്തൂപ്പുഴയിൽ കത്രിക ഉപയോഗിച്ച് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സമാനമായ മറ്റൊരു കൊലപാതക ശ്രമക്കേസും പ്രദേശത്തുണ്ടായത്. ന്യൂസ് 18 പുനലൂർ. എറണാകുളം സൗത്തിൽ പ്രവർത്തിച്ച അനാശാസ്യ കേന്ദ്രത്തിൽ പെൺകുട്ടികളെ എത്തിച്ചത് ലഹരി നൽകിയെന്ന് പോലീസ്. പിടിയിലായ പ്രതി അക്ബർ അലി പ്രണയം നടിച്ച് പെൺകുട്ടികളെ വലയിലാക്കിയതിനു ശേഷം ലഹരി നൽകിയാണ് അനാശാസ്യ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നതെന്നാണ് കണ്ടെത്തൽ. പോലീസ് റെയ്ഡിൽ ഉത്തരേന്ത്യക്കാരായ 6 പെൺകുട്ടികൾ ഉൾപ്പെടെ 9 പേരാണ് പിടിയിലായത്. അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ മണ്ണാർക്കാട് സ്വദേശി അക്ബർ അലി പ്രണയം നടിച്ച് പെൺകുട്ടികളെ വലയിലാക്കിയതിനു ശേഷം ലഹരി നൽകിയാണ് കേന്ദ്രത്തിൽ എത്തിച്ചതെന്നാണ് കണ്ടെത്തൽ.
ഇതിലൂടെ പ്രതി സമ്പാദിച്ചത് ലക്ഷങ്ങളാണെന്നും പോലീസ് പറയുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി വിവരമുണ്ട്. കൊച്ചി നഗരത്തിലെ ചില വിദ്യാർത്ഥിനികളും IT പ്രൊഫഷണലുകളും റാക്കറ്റിൽ കുടുങ്ങിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വിശദമായ അന്വേഷണത്തിന് ശേഷം പോക്സോ കേസ് അടക്കമുള്ളവ ചുമത്തിയേക്കും. എളമക്കര കടവന്ത്ര പോലീസിന്റെ സംയുക്ത ഓപ്പറേഷനിലായിരുന്നു സംഘം കുടുങ്ങിയത്. മണിക്കൂറും പ്രവർത്തിക്കുന്ന കടകളുടെ മറവിലായിരുന്നു റാക്കറ്റിന്റെ പ്രവർത്തനം. ഇടപ്പള്ളിയിൽ ഈ വിധം അനാശാസ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എളമക്കര പോലീസിന് ലഭിച്ച വിവരമാണ് നിർണായകമായത്. പരിശോധനയിൽ അക്ബർ അലിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ സമയം ഇവിടെ സ്ത്രീകളാരും ഉണ്ടായിരുന്നില്ല. വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം മറ്റൊരു ബ്രാഞ്ച് ഉണ്ടെന്ന് ഇയാൾ വെളിപ്പെടുത്തുന്നത്. വൈകിട്ട് ഇവിടെ നടത്തിയ പരിശോധനയിലാണ് മറ്റുള്ളവരെയും കണ്ടെത്തിയത്. സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും കേസെടുക്കുക. മലയാളിയായ സ്ത്രീകളും റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ സൈറ്റുകളിൽ നമ്പർ നൽകിയായിരുന്നു പ്രവർത്തനം. ന്യൂസ് 18 കൊച്ചി. എറണാകുളത്ത് നിന്ന് കാർ മോഷ്ടിച്ച് നമ്പർ മാറ്റി പെൺസുഹൃത്തുമായി കറങ്ങിയ യുവാവ് തിരുവനന്തപുരത്ത് പോലീസ് പിടിയിൽ. മുളവൂർ പായിപ്ര സ്വദേശി അൽസാബിത്തിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. സമാന കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. മുളവൂർ പായിപ്ര സ്വദേശി 20-കാരനായ അൽ സാബിത്തിനെ തിരുവനന്തപുരത്ത് നിന്നാണ് മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കരുട്ടുകാവ് ഭാഗത്തെ വീടിന്റെ പോർച്ചിൽ നിന്ന് കഴിഞ്ഞ 4-ാം തീയതി വെളുപ്പിന് ഇയാൾ സ്വിഫ്റ്റ് കാർ മോഷ്ടിക്കുകയായിരുന്നു. വാഹനം അന്ന് തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ച് രൂപമാറ്റം വരുത്തി. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺസുഹൃത്തും ഒന്നിച്ചായിരുന്നു പിന്നീടുള്ള യാത്രകൾ. കാറിന് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. ആർഭാട ജീവിതത്തിനായിട്ടാണ് മോഷണം നടത്തിയതെന്ന് അൽ സാബിത്ത് പോലീസിനോട് പറഞ്ഞു. സമാന കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. ഡിവൈഎസ്പി PM ബൈജുവിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തിൽ SI-മാരായ വിഷ്ണുരാജ്, KK രാജേഷ്, PB സത്യൻ, PC ജയകുമാർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് 18 കോതമംഗലം. കൊച്ചിയിൽ വീണ്ടും വൻ ലഹരി വേട്ട. 115 ഗ്രാം MDMA-യും 35 ഗ്രാം എക്സ്റ്റസിയുമായി യുവതിയടക്കം 4 പേർ പിടിയിൽ. എളംകുളത്ത് ഫ്ളാറ്റിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. അതേസമയം ബംഗളൂരുവിൽ നിന്ന് MDMA-യുമായി എത്തിയ യുവാവ് ഇടുക്കി കട്ടപ്പനയിൽ പിടിയിലായി. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ഫാരിസ് മുഹമ്മദിനെയാണ് കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത്. എളംകുളം മെട്രോ സ്റ്റേഷന് സമീപമുള്ള ഫ്ളാറ്റ് വാടകയ്ക്കെടുത്താണ് പ്രതികൾ ലഹരി വിൽപ്പന നടത്തിയിരുന്നത്. പരിശോധനയിൽ 115 ഗ്രാം MDMA-യും 35 ഗ്രാം എക്സ്റ്റസിയും പിടികൂടി. 2 ഗ്രാം കഞ്ചാവും 1.5 ലക്ഷത്തോളം രൂപയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. പെരിന്തൽമണ്ണ സ്വദേശി ഷാമിൽ, കോഴിക്കോട് സ്വദേശികളായ അബു ഷാമിൽ, ദിയ, മലപ്പുറം സ്വദേശി ഫിജാസ് മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ ഒരാൾ വിദ്യാഭ്യാസ ആവശ്യത്തിനായാണ് കൊച്ചിയിലെത്തിയതെന്ന് പോലീസ് പറയുന്നു. ഇവർ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തതിന് പിന്നാലെ മറ്റുള്ളവരും ഇവിടേക്ക് എത്തി. കൊച്ചി നഗരത്തിൽ ലഹരി വിൽപ്പന നടത്തുന്ന സംശയമുള്ളവരുടെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന രഹസ്യ പരിശോധനയുടെ ഭാഗമായാണ് നർക്കോട്ടിക് AC-യുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ഷാലീന ഹൌസിൽ ഫാരിസ് മുഹമ്മദിനെയാണ് ഇടുക്കി കട്ടപ്പന പോലീസ് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് MDMA-യുമായി എത്തിയ ഇയാൾ ലഹരി വസ്തു മറ്റൊരാൾക്ക് കൈമാറുന്നതിനായി കട്ടപ്പന ബൈപ്പാസ് റോഡിൽ നിൽക്കുകയായിരുന്നു. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാവിന്റെ ദേഹപരിശോധന നടത്തിയപ്പോഴാണ് MDMA കണ്ടെത്തിയത്. 27 ഗ്രാം MDMA-യാണ് ഇയാളുടെ പക്കൽ നിന്ന് പിടികൂടിയത്. രാസലഹരിയുടെ ഉറവിടവും
ആർക്ക് കൈമാറുന്നതിനാണ് ഇത് എത്തിച്ചതെന്നും സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് പന്തീരാങ്കാവിൽ ബാങ്ക് ജീവനക്കാരനിൽ നിന്നും 40 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസ് നേരത്തെ പോലീസ് പെട്രോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അധികം വൈകാതെ തന്നെ കേസിലെ മുഖ്യപ്രതി ഷിബിൻ ലാൽ പിടിയിലായെങ്കിലും പണം കണ്ടെടുക്കാനായിരുന്നില്ല. പോലീസ് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും ബാഗിൽ 1 ലക്ഷം രൂപയേ ഉള്ളെന്നായിരുന്നു പ്രതിയുടെ മൊഴി. പോലീസിനെ ഏറെ വലച്ച കേസിൽ ഒടുവിൽ ബാക്കി 39 ലക്ഷം രൂപയും കണ്ടെടുത്തിരിക്കുകയാണ്. ഷിബിൻ ലാലിന്റെ വീട്ടിൽ നിന്നും 500 മീറ്ററോളം ദൂരത്തിൽ ആളൊഴിഞ്ഞ പറമ്പിലാണ് പണം കുഴിച്ചിട്ടിരുന്നത്. നനഞ്ഞു കുതിർന്ന് കീറിയ നിലയിലായിരുന്നു ചില നോട്ടുകൾ. കവർച്ച നടന്ന് 1 മാസവും 2 ദിവസവും കഴിഞ്ഞാണ് പോലീസ് പണം കണ്ടെത്തുന്നത്. മുഖ്യപ്രതി ഷിബിൻ ലാലിനെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പുറത്തുവന്നത്. തുടർന്ന് പ്രതിയുമായി പന്തീരാങ്കാവ് പോലീസ് സ്ഥലത്തെത്തി പണം കണ്ടെടുക്കുകയായിരുന്നു. കുന്നത്തുപാലത്ത് ഇയാളുടെ വീടിനടുത്തുള്ള പറമ്പിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു പണം. 39 ലക്ഷം രൂപ പ്ലാസ്റ്റിക് കവറിലാക്കിയാണ് കുഴിച്ചിട്ടത്. 500 രൂപയുടെ കെട്ടുകളാണ് കണ്ടെടുത്തത്. നനഞ്ഞു കുതിർന്ന് കീറിയ നിലയിലായിരുന്നു ചില നോട്ടുകൾ. അറസ്റ്റിലാകുമ്പോൾ ഇയാളുടെ പക്കൽ നിന്ന് 55,000 രൂപയായിരുന്നു ലഭിച്ചത്. പന്തീരാങ്കാവ് മണക്കടവ് റോഡിലെ ബാങ്കിൽ പണയം വെച്ച സ്വർണം മാറ്റിവെക്കാനെന്ന കള്ളക്കഥയുണ്ടാക്കിയായിരുന്നു ഷിബിൻ കവർച്ച നടത്തിയത്. ഇസാഫ് ബാങ്ക് ജീവനക്കാർ പണവുമായി എത്തിയപ്പോൾ പണമടങ്ങുന്ന ബാഗ് തട്ടിയെടുത്ത് പ്രതി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. ഇയാളുടെ ഭാര്യയെയും ഒളിവിൽ പോകാൻ സഹായിച്ച ബന്ധുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലം അഞ്ചലിൽ നിന്ന് 22 ലക്ഷവുമായി മുങ്ങിയാൾ 20 വർഷത്തിന് ശേഷം പിടിയിലായിരിക്കുകയാണ്. നെടുമൺകാവ് തെക്കേക്കര അങ്ങാടിയിൽ ബിജുവിനെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത്. 100ഓളം മോഷണ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവിനെയും അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചൽ ചണ്ണപ്പെട്ട സ്വദേശി വെള്ളംകുടി ബാബു എന്ന ബാബുവാണ് പിടിയിലായത്. മൂന്നു പേരിൽ നിന്നായി 22 ലക്ഷം രൂപ വാങ്ങിയ ശേഷം തിരികെ കൊടുക്കാതെ മുങ്ങിയ പ്രതിയെയാണ് 20 വർഷത്തിന് ശേഷം പിടികൂടിയത്. നെടുമൺകാവ് തെക്കേക്കര അങ്ങാടിയിൽ ബിജുവിനെ അഞ്ചൽ പോലീസ് പിടികൂടുകയായിരുന്നു. 2005-ലാണ് ബിജു കൂടൽ സ്വദേശികളായ 2 പേരിൽ നിന്നും അടൂർ സ്വദേശിയായ ഒരാളിൽ നിന്നും പണം വാങ്ങിയത്. പണം നഷ്ടമായവർ പോലീസിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തതോടെ ബിജു സ്ഥലം വിട്ടു. പിന്നീട് ഇയാളെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. 2009-ൽ ബിജുവിനെ പുനലൂർ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. പലയിടങ്ങളിലായി മാറി മാറി താമസിച്ചുവന്ന ബിജു മൈസൂരിലുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 1 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുപ്രസിദ്ധ മോഷ്ടാവ് വെള്ളംകുടി ബാബുവിനെയും അഞ്ചൽ പോലീസ് പിടികൂടി. 56 വയസ്സുള്ള ബാബു വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 100-ൽ പരം മോഷണ കേസുകളിൽ പ്രതിയാണ്. ശിക്ഷ കഴിഞ്ഞിറങ്ങിയാൽ വീണ്ടും വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്ന രീതിയാണ് ഇയാളുടേത്. അടുത്തിടെ ഏരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമക്കേസിൽ റിമാൻഡ് കഴിഞ്ഞിറങ്ങിയതിനു ശേഷം കഴിഞ്ഞ ദിവസം അഞ്ചലിൽ മോഷണത്തിന് ശ്രമിക്കവേ പോലീസ് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും വെട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് ചണ്ണപ്പെട്ട ഭാഗത്തെ വെയിറ്റിംഗ് ഷെഡിൽ ഒളിച്ചിരിക്കുന്നതിനിടയിലാണ് പോലീസ് പിടികൂടിയത്. ബാബുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സഞ്ചിയിൽ നിന്ന് പൂട്ടുപൊളിക്കാൻ ഉപയോഗിക്കുന്ന ഉളിയും ചുറ്റുകയും വാളും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. പാലക്കാട് വടക്കഞ്ചേരി പൊത്തപ്പാറയിൽ വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണവും പണവും കവർന്നു. പൊത്തപ്പാറ സ്വദേശിനി ജയന്തിയാണ് ആക്രമിച്ചത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 45,000 രൂപയും 3 പവൻ സ്വർണവും നഷ്ടമായി. പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം.
പൊത്തപ്പാറ കുരിശുപള്ളിക്ക് പിൻവശത്ത് വളയിൽ ബാബുവിന്റെ ഭാര്യ ജയന്തിയെയാണ് ആക്രമിച്ച് പണവും സ്വർണവും കവർന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 45,000 രൂപയും 3 പവൻ സ്വർണവും നഷ്ടമായി. ഞാൻ അവിടെ TV കണ്ടുകൊണ്ട് കിടക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് സൗണ്ട് കേട്ടു. ഞാൻ അടുക്കളയിൽ വന്ന് ലൈറ്റിട്ട് നോക്കിയപ്പോൾ സൗണ്ടില്ല. പിന്നെ ഞാൻ വീണ്ടും പോയിട്ട് അവിടെ കിടന്ന് 10 മിനിറ്റ് കഴിയുമ്പോഴും പെട്ടെന്ന് ഉമ്മർത്ത് വന്നിട്ട് പടപടാന്നൊരു സൗണ്ട്. ഉമ്മർത്ത് വന്ന് നിൽക്കുമ്പോഴേക്കും ഒരാൾ പിന്നെ ഞാൻ പെട്ടെന്ന് പേടിച്ചു. നേരെ വിളിച്ചപ്പോൾ അവർ ഒരു കത്തി എടുത്തിട്ട് പൊള്ളി ചെന്ന് നേരെ വിളിക്കേണ്ട കൊല്ലും പറഞ്ഞു. ജയന്തി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ പിൻവശത്തെ പ്ലാസ്റ്റിക് വാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് ജയന്തിയെ ആക്രമിക്കുകയും കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. ജയന്തി കുതറിമാറി തൊട്ടടുത്ത മുറിയിൽ കയറി കതകടച്ചു. ഈ സമയം മോഷ്ടാവ് അടുത്ത മുറിയിലെ അലമാരിയിൽ നിന്ന് പണവും സ്വർണ്ണാഭരണവും കവർന്ന് കടന്നുകളഞ്ഞു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പാലക്കാട്. കൊട്ടാരക്കരയിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങൾ പതിവാവുകയാണ്. എഴുകോൺ വീരാട്കാവിൽ കാണിക്കവഞ്ചി തകർത്ത് പണം മോഷ്ടിച്ചു. 2 കാണിക്കവഞ്ചികളാണ് മോഷ്ടാക്കൾ തകർത്തത്. ക്ഷേത്ര ഭരണസമിതി എഴുകോൺ പോലീസിൽ പരാതി നൽകി. എല്ലാ മാസവും പ്രത്യേക പൂജകളും ആരാധനകളും നടന്നുവരുന്ന ക്ഷേത്രക്കാവിലാണ് മോഷണം നടന്നത്. എഴുകോൺ കാക്കക്കൊട്ടൂരിലെ വീരാട് കാവിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു മോഷണം. 2 വഞ്ചിപ്പെട്ടികൾ തകർത്താണ് പണം കവർന്നത്. വഞ്ചി ഒരു 10,000 രൂപയ്ക്കകത്ത് എന്തായാലും അത് കാണും. അപ്പം അല്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ പൂജ ചെയ്യുന്ന സമയത്ത് ദക്ഷിണ കിട്ടുന്ന പൈസ ഉൾപ്പെടെ നമ്മൾ അതിനകത്ത് കൊണ്ടിടുമായിരുന്നു. നമ്മളിവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പോയി പ്രശ്നമൊക്കെ ഇപ്പം ക്ഷേത്രം പണിയണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കത് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അതിന് എന്തെങ്കിലും അതവിടെ കിടക്കട്ടെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെയും കൂടെ ആ പൈസയും കൂടെ അവിടെ ഇട്ടിരുന്നു. നോട്ട് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. ഇല്ല വഞ്ചിക്കകത്തും ചെറിയ ചില്ലറയും കണ്ടേ ഉള്ളായിരുന്നു. നാട്ടുകാരുടെ വലിയ കൂട്ടായ്മയിലായിരുന്നു ക്ഷേത്രത്തിന്റെ പ്രവർത്തനം നടന്നു വന്നിരുന്നത്. ഭക്തർ കാണിക്കയായി അർപ്പിക്കുന്ന തുകയും ദക്ഷിണകളും വഞ്ചിയിൽ നിക്ഷേപിച്ചിരുന്നതിനാൽ നല്ല തുകയുണ്ടായിരുന്നതായി ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. ഒരു സാമൂഹിക സ്പർദ്ധ വളർത്തക്ക രീതിയിലാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. കാരണം ഈ പരിസരം മൊത്തവും നമ്മുടെ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ് താമസിക്കുന്നത്. വേറെ വെളിയിൽ നിന്ന് ആരുമില്ല. അപ്പോൾ ഇവിടെ ഒരു പരസ്പരം ഒരു സംഘർഷം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രേരണയാൽ ചെയ്തൊരു പരിപാടിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഇങ്ങനെ നമ്മുടെ എഴുവൺ പോലീസ് നമ്മുടെ രാവിലെ ഗോപാൽജി ഇവിടെ വന്ന് നമ്മൾ CI വിളിച്ച് പറഞ്ഞ് അദ്ദേഹം എഴുവൺ സ്റ്റേഷനിൽ നിന്ന് അവിടുന്ന് SIയും ടീമോട്ട് ഇവിടെ വന്ന് എൻക്വയറി എടുത്ത് നമ്മൾ FIR ഇട്ടു. പിന്നെ അതിൻ്റെ നിയമ നടപടിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു ദൈവിക സ്ഥാനമാണ്. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ക്രമസമാധാന തകർക്കത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാകത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം കാണിച്ചപ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ല. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളെല്ലാം വലിച്ചുവാരിയിട്ട നിലയിലാണ്. മൈക്ക് സ്റ്റാൻഡ് എടുത്ത് വഞ്ചി പൊളിച്ചതാകാമെന്നും സംശയിക്കുന്നുണ്ട്. എഴുകോൺ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കൊട്ടാരക്കര. പാതിവില തട്ടിപ്പ് കേസിൽ BJP നേതാവ് AN രാധാകൃഷ്ണനെതിരെ പരാതിയുമായി പണം നഷ്ടപ്പെട്ടവർ രംഗത്തെത്തിയിരിക്കുകയാണ്. രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സയൻസ് സൊസൈറ്റി പണം മടക്കി നൽകാമെന്ന് വാഗ്ദാനം നൽകി കബളിപ്പിച്ചെന്നാണ് പരാതി. 30ഓളം പേർ കൊച്ചിയിലെ സൈൻ ഓഫീസിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ്. പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. ചോദ്യം ചെയ്യൽ മാത്രമാണ് നടക്കുന്നത്. ഇതിനിടെയാണ് BJP നേതാവ് കൂടിയായ AN രാധാകൃഷ്ണന്റെ ഓഫീസിലെ പ്രതിഷേധം. കേസിൽ ആരോപണ വിധേയനായ രാധാകൃഷ്ണൻ എല്ലാവർക്കും പണം മടക്കി നൽകി എന്നായിരുന്നു അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ വണ്ടി ചെക്ക് നൽകി കബളിപ്പിച്ചു എന്ന പരാതിയാണ് പ്രതിഷേധവുമായി വന്നവർ ഉന്നയിച്ചത്. പണം ചോദിച്ചു വിളിച്ചാൽ രാധാകൃഷ്ണൻ ഫോൺ പോലും എടുക്കാറില്ലെന്ന് ഇവർ പറയുന്നു. കേസിൽ പലതവണ AN രാധാകൃഷ്ണനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. കേസുമായി തനിക്ക് ബന്ധമില്ലെന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത്. സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ് കുമാർ, അനന്തകൃഷ്ണൻ എന്നിവരെയാണ് കേസിൽ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാനമൊട്ടാകെ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ച് വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക്
വാഹനങ്ങൾ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, രാസവളം എന്നിവ നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തുന്നുണ്ട്. 159 കോടി രൂപയുടെ ഇടപാട് നടന്നെന്നാണ് ED പ്രാഥമികാന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പാതിവിലയിൽ സ്കൂട്ടർ ഉൾപ്പെടെ നൽകാമെന്ന് പറഞ്ഞ് സാധാരണക്കാരനിൽ നിന്ന് പിരിച്ചെടുത്ത ഈ പണം കള്ളപ്പണമായി പലർക്കും കൈമാറിയിട്ടുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണവുമായി ED മുന്നോട്ടു പോകുന്നത്. ന്യൂസ് 18 കൊച്ചി. ADGP MR അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്രയിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. MR അജിത് കുമാർ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ശനിയാഴ്ച വൈകുന്നേരമാണ് ADGP പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ യാത്ര ചെയ്തത്. പമ്പ സന്നിധാനം പാതയിൽ ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നിരിക്കെയാണ് ADGP MR അജിത് കുമാറിന്റെ യാത്ര. ഹൈക്കോടതി ഉത്തരവ് ലംഘിക്കുന്നതാണ് അജിത് കുമാറിന്റെ നടപടിയെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. അജിത് കുമാറിന്റെ പേര് പരാമർശിക്കുന്ന റിപ്പോർട്ടിൽ കോടതി ഉത്തരവിന്റെ നഗ്നമായ ലംഘനം നടന്നുവെന്ന് വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിശോധിക്കുകയും തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യും. പമ്പ റൂട്ടിൽ ട്രാക്ടർ ഉപയോഗിക്കുമ്പോൾ ഡ്രൈവർ അല്ലാതെ മറ്റാരും പാടില്ലെന്നാണ് നിർദ്ദേശം. ഞായറാഴ്ച സന്നിധാനത്ത് നടന്ന നവഗ്രഹ ക്ഷേത്ര പ്രതിഷ്ഠ തൊടാനാണ് ADGP ശനിയാഴ്ച സന്നിധാനത്തെത്തിയത്. തിരിച്ചും ട്രാക്ടറിലായിരുന്നു യാത്ര. പോലീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടറിലാണ് ADGP സഞ്ചരിച്ചത്. സാമി അയ്യപ്പൻ റോഡിലെ CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല. ട്രാക്ടറിൽ സഞ്ചരിക്കുന്ന ADGPയുടെ ചിത്രം തീർത്ഥാടകർ പകർത്തിയാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറിയത്. ന്യൂസ് 18 പത്തനംതിട്ട. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോട്ടയത്തെ അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുട്ടികളുടെയും മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. കേസിൽ ദുരൂഹതയുണ്ടെന്നും കൊലപാതക സാധ്യത പോലീസ് അന്വേഷിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി പിതാവ് തോമസ് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിന്റെ മോചനത്തിനായി സർക്കാർ ഉത്തരവിറക്കി. മന്ത്രിസഭാ ശുപാർശ ഗവർണർ അംഗീകരിച്ചതോടെയാണ് നടപടി. തിരുവനന്തപുരത്ത് സബ് ട്രഷറി സൂപ്രണ്ടിന്റെ ഒപ്പിട്ട് വ്യാജരേഖ ചമച്ച് 1.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ. വഴുതക്കാട് സ്വദേശി ഷിയാസിനെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജേഷ് എന്നയാളുടെ PWD കരാർ പുതുക്കാൻ ട്രഷറിയിലടക്കാൻ എന്ന പേരിൽ പണം വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത്. മലപ്പുറം തവനൂരിൽ നിന്ന് ഓൺലൈൻ വഴി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 പേർ പിടിയിൽ. ബീഹാർ സ്വദേശി അഭിഷേക് കുമാർ, ബംഗളൂരുവിലുള്ള ദയാനന്ദ് എന്നിവരെയാണ് കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും കൊലപാതകങ്ങളും ആത്മഹത്യയുമൊക്കെ വർദ്ധിക്കുകയാണ്. തൃശൂരിൽ 3ാം വർഷ LLB വിദ്യാർത്ഥിനിയായ 22-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പാട് കുയിലംപറമ്പിൽ മനോജിന്റെ മകൾ നേഹയാണ് മരിച്ചത്. 6 മാസം മുൻപായിരുന്നു നേഹയും പെരിഞ്ഞനം സ്വദേശി രഞ്ജിത്തും തമ്മിലുള്ള വിവാഹം. ഞായറാഴ്ച ഭർത്താവിനൊപ്പം നേഹ ആലപ്പാട്ടെ വീട്ടിലെത്തിയിരുന്നു. തുടർന്ന് ഭർത്താവ് തിരികെ പോയി. മുറി തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് നേഹയെ മരിച്ച നിലയിൽ കണ്ടത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.